ധർമ്മസ്ഥലയിൽ ആരെങ്കിലും അമ്പലത്തിനെതിരെയോ അവിടുത്തെ രക്ഷാധികാരികൾക്കെതിരെയോ ഒന്നും ആരും സംസാരിക്കണില്ല. നിങ്ങളിപ്പോ ഇത്രയും നേരം ചോദിച്ചിട്ട് ഒരു ചോദ്യം സുജാത ഭട്ട് മനാഫിന്റെ വീട്ടിലുണ്ടോ എന്ന് ആരും ചോദിച്ചോ? നിങ്ങൾ എത്ര മാന്യമായിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ എവിടെയും ചോദിച്ചോ അൽ ജസീറ ചാനലിന്റെ മുതലാളി മനാഫാണോ ചോദിച്ചോ? മാന്യമായിട്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായാലും നിൽക്കേണ്ടത്? ചാണകമായി പോകരുതല്ലോ. ഏതോ ചാനലിൽ ഇന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന്റെ വാഹനത്തിൽ കയറാൻ മനാഫ് വിസമ്മതിച്ചു. അവർക്ക് റീച്ച് ഉണ്ടാക്കണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഞാൻ ജനൻ ടി വിയിൽ പോയിട്ട് ജനൻ ടി വിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീച്ചായി പോയി ഓൽക്ക്. ദ ജേർണലിസ്റ്റിലേക്ക് ധർമ്മസ്ഥലയിലെ നിർണായകമായ ഇടപെടലിലൂടെ മാധ്യമങ്ങളിൽ മുഴുവൻ ശ്രദ്ധ നേടിയ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ശ്രദ്ധ നേടിയ ലോറി ഉടമ മനാഫാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഞാൻ ലോറി ഉടമ മനാഫുമായി ഇന്ന് ഒരു അഭിമുഖം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം ജനൻ ടി വി മനാഫിനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് വലിയ തോതിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും തീവ്രവാദി മുദ്രകുത്തി ആഘോഷിക്കുകയും ചെയ്തു. എന്താണ് ഈ ജനൻ ടി വി ചർച്ചയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വിഷയത്തെ വർഗീയവൽക്കരിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മനാഫിനോട് ചോദിക്കാനുണ്ട് എനിക്ക്. മനാഫ്, സ്വാഗതം. നമസ്തേ. നമസ്തേ. മനാഫെ, എന്താണ് ശരിക്കും സംഭവിച്ചത് ആ ജനൻ ടി വിയുടെ ചർച്ചയിൽ? അങ്ങ് ആ ചർച്ചയിൽ പെട്ടുപോയതുപോലെയാണ് അത് കണ്ട ഞങ്ങൾക്കൊക്കെ തോന്നിയത്. എന്തിനായിരുന്നു ആ ജനൻ ടി വി ചർച്ചയ്ക്ക് പോയത്? അത് പോകേണ്ടതൊരു ആവശ്യമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് നിങ്ങളെ അവർ കൈകാര്യം ചെയ്തത് ജനൻ ടി വിയിൽ? ഞാൻ യഥാർത്ഥത്തിൽ എനിക്കറിയാം, പല ആളുകളും പറഞ്ഞിരുന്നു ജനൻ ടി വിന്റെ ചർച്ചയ്ക്ക് പോകരുത് എന്നുള്ളത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മളെ ഭാഗത്ത് 100% സത്യമുള്ളത് കൊണ്ടാണ് എന്തായത് ജനൻ ടി വിന്റെ ചർച്ചയ്ക്ക് പോയത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, നമ്മളുടെ ആക്ഷൻ കമ്മിറ്റിയിലെ വിനോദ് മേക്കോത്തും കൂടെ ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ മൈക്ക് അവരെന്താക്കുക കാരണം 1.5 മണിക്കൂർ അദ്ദേഹത്തിന് ഒരു സംസാരിക്കാൻ വിടാതെ മൈക്ക് ഓഫ് ആക്കി ഇട്ടാഞ്ഞ്. ഇന്നെ മാത്രം എന്താ വളഞ്ഞ എന്താ ഞാൻ അതിൽ ചോദിച്ചു, സത്യത്തിൽ ഇതില് എത്ര ആങ്കർമാരാ ഉള്ളത് എന്ന്. കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഉണ്ടായിരുന്നു, ആളെ പേരൊന്നും അറിയില്ല. അയാളടക്കം 3 പേര് കൂടിയിട്ട് എന്താക്കുകയാണ്, ഞാൻ മറ്റുള്ള ചാനലുകളിൽ ഒരുപാട് പ്രാവശ്യം ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ജനൻ ടി വിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇവര് 3 പേരും, ഇവർക്ക് എന്താണ് ഞാൻ ചോദിക്കുന്ന, എന്റെ സംസാരത്തിന് ഉത്തരമില്ല. അപ്പൊ എന്താണ് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താക്കാണ്, ഞാൻ സംസാരിക്കുന്ന ഇവിടുത്തെ നരമ്പൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് എന്റെ ഓഫീസിൽ നിന്ന് വെറും 1 കിലോമീറ്റർ അപ്പുറത്താണ് ജനൻ ടി വിന്റെ ഓഫീസ്. ആ ഓഫീസിൽ ഇരുന്നിട്ട് ഞാൻ ഒച്ചിട്ടിട്ട് റോട്ടുമെന്ന് ആളുകൾ ഓഫീസിലേക്ക് കയറിക്കുക, എന്താ ഒച്ചയും വിളിയും ബഹളം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇതിൽ ചർച്ചയിലാണ് പറഞ്ഞു. അത്ര ഒച്ചയിലിട്ടിട്ടും ഞാൻ ഈ ചർച്ച കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എന്റെ സൗണ്ട് വളരെ ചെറുതാക്കിയിട്ട് എതിർ ഭാഗത്തുള്ള ആളുടെ ശബ്ദം ഭയങ്കര ഉയർത്തി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ ഒരു ചാനൽ ചർച്ചക്ക് പറ്റിയ ഒരു കാര്യങ്ങളല്ല ഇതൊന്നും. അതായത് ഇപ്പൊ ജനൻ ടി വിക്കാര് മനാഫ്ഖാനെ വിളിച്ചു വരുത്തിയതിന് ശേഷം മനാഫ് ഭായിക്ക് പറയാനുള്ളത് കേൾപ്പിക്കാതെ അവർക്ക് പറയാനുള്ളത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അടിച്ചേൽപ്പിക്കുക മാത്രല്ല, ഇവർക്ക് എന്താണ് കളിയാക്കി ചിരിക്കുക, മറ്റെന്താ പറയാ, ഇവർക്ക് തന്നെ അറിയാ ഇവർ ചെയ്യുന്നത് ഭയങ്കര തെറ്റായ കാര്യങ്ങളാ ചെയ്യുന്നത്. നമ്മളിപ്പോ ആർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പോരാട്ടം നയിക്കുന്നത്? എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്? ധർമ്മസ്ഥലയിൽ ആരെങ്കിലും അമ്പലത്തിനെതിരെയോ അവിടുത്തെ രക്ഷാധികാരികൾക്കെതിരെയോ ഒന്നും ആരും സംസാരിക്കണില്ല. ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്ത് 100,000 ആളുകളെ കുഴിച്ചു മൂടിക്കണെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ പറയുന്നത് ഞാനാണ് കുഴിച്ചു മൂടിയത്, എനിക്ക് ഇന്ന സമയങ്ങളിൽ മൃതദേഹങ്ങൾ കിട്ടി കൊണ്ടു തന്ന ഇന്ന ആള്, ഞാനത് കുഴിച്ചു മൂടുമ്പോൾ അവരൊക്കെ ബലാത്സംഗം ചെയ്തതായിട്ടും പീഡിപ്പിച്ചതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണ്. ഈ വിഷയത്തിന്റെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് SIT രൂപീകരിച്ച് കർണാടക ഗവൺമെന്റ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് 1-2 സ്ഥലത്തു നിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അത് ഇപ്പൊ എന്താണ് ഫോറൻസിക് പരിശോധനക്കായിട്ട് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിലാണ് എന്താണ് യൂട്യൂബർമാർക്കെതിരെ അക്രമം നടക്കുന്നത്. അതേമാതിരി തന്നെ ഈ ഭീമയെ
SITന്റെ ഉള്ളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തിട്ട് പല ആളുകളും ചെയ്യിപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ച് വീഡിയോ എടുപ്പിച്ചിട്ട് അയാള് അവിടുന്ന് രായ്ക്ക് രാമാനം ബാംഗ്ലൂരിലേക്ക് മുങ്ങണതും, പിന്നെ അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് ഒരു വിഭാഗം MLAന്റെ കൂടെ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും പല ഭാഗത്തു നിന്നും ചലോ ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ യാത്ര 500ഓളം വാഹനങ്ങൾ പുറപ്പെടുന്നതും, ഇന്നിപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ തലപ്പത്ത് ഇരിക്കുന്ന മഹേഷ് അണ്ണനെതിരെ അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട്, പിന്നെ ഇതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ജഗദീഷ്, അദ്ദേഹത്തിന്റെ വീട് പോലീസ് വളഞ്ഞ് ഇപ്പം ഈ സമയത്ത്, അതുപോലെ തന്നെ ഇത് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള ഏക കുറ്റം ചെയ്ത ഷമീർ MD, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് വന്ന് നരനായാട്ടാണ് നടത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം കോടതിയിൽ പോയി ജാമ്യം എടുത്ത്. ഇതിന്റെ പിന്നിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പ്രൊപ്പഗണ്ട ഇല്ലാതെ ഒരിക്കലും ഒറ്റ ചോദ്യം ഞാൻ ഒന്ന് ഇടപെടട്ടെ. അതായത് ഈ ജനൻ TVയിൽ നിന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ആരായിരുന്നു? ഏതോ ഒരു ആളാണ്, ആരാണെന്ന് വ്യക്തതയില്ല. ഓക്കെ, വിളിച്ച വിഷയം എന്താണ് പറഞ്ഞത്? മനാഫായോട് എന്താണ് അവർ പറഞ്ഞത്? മനാഫായി ചർച്ചയ്ക്ക് വന്നിട്ട് എന്ത് പറയണം എന്നാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഒരു ആവശ്യം? അവരോട് ഞാൻ ആദ്യമേ സംസാരിച്ചതാണ് ആരൊക്കെയാണ് പാനലിസ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ ചർച്ചയിൽ ആരൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിച്ചതാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞ് നിങ്ങളും വിനോദ് മേക്കോത്തും ഇതിൽ പങ്കെടുക്കണം. അങ്ങനെ ഞാൻ വിനോദ് മേക്കോത്തിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുത്ത് കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴാണ്, പക്ഷെ എന്താ പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവര് പറയാണ് 180 അടിയോളം താഴ്ചയിൽ കുഴിച്ച് JCB വെച്ച് കുഴിച്ചോലോ, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. 150 പോയിട്ട് ഈ ധർമ്മസ്ഥലയിലേക്ക് ഇപ്പം നിന്റെ കൂടെ ആർക്ക് വേണമെങ്കിലും വരാം, 20 അടി പോലും ഇതുവരെ ഒരു കുഴിയിലും കുഴിച്ചിട്ടില്ല, നമുക്ക് പോവാലോ, ധർമ്മസ്ഥല നമ്മളെ ഇന്ത്യയിൽ തന്നെ പെട്ട സ്ഥലമല്ലേ, നിന്റെ കൂടെ ആർക്ക് വേണമെങ്കിലും. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഇന്നലെ ആ ചർച്ചയിൽ യുവരാജ് ഗോകുൽ അടക്കമുള്ള BJPയുടെ പ്രതിനിധി അടക്കമുള്ളവർ മനാഫിനോട് ചോദിച്ചത് നിങ്ങൾ ആരാണ് ഇതിൽ ഇടപെടാൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നന്മവരം കളിക്കുകയാണ്, നിങ്ങളൊരു ഫ്രോഡാണ്, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഈ ധർമ്മസ്ഥലയിൽ പോയി അവിടെ അസ്ഥികൾ കണ്ടെടുത്താനുള്ളത് എന്നുള്ളതാണ് അവർ ചോദിച്ച ചോദ്യം. അപ്പോൾ അതിന് ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ, ആ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരാൾ പറഞ്ഞത് ഈ കുടക് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു, അവിടെ കുറേ പള്ളികൾ വന്നു, അതേപോലെ ധർമ്മസ്ഥലയും പിടിച്ചെടുക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോപണമാണിതെന്നൊക്കെയാണ് ആ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിന് മനാഫ്ഭായ് എന്തൊക്കെയോ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഓഡിബിൾ ആയിരുന്നില്ല, കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശരിക്കും എന്താണ് ഇത്തരം ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി? അത് പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകും. ഞാൻ ഈ വിഷയങ്ങൾ ആരെങ്കിലും കൊടകിലുള്ള ആരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയട്ടെ, താഴെ കമന്റ് ഇട്ടാൽ മതി. ഈ ധർമ്മസ്ഥലയും കൊടകും തമ്മിൽ ഒരുപാട് ദൂരം വ്യത്യാസമുണ്ട്. ഓക്കെ, അത് പോരാത്തതിന് കൊടകിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മതസൗഹാർദ്ദത്തിൽ ജീവിച്ചും കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കർണാടകയില് ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മതസൗഹാർദ്ദത്തിൽ ഉള്ള സ്ഥലമാണ് ഇപ്പം കൊടക്. മുന്നേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ പോലും അന്ന് മുതലേ അവിടെ എല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവരിപ്പോ ആ മാധ്യമ പ്രവർത്തകന് പറയാണ് 6 പള്ളി കൊടകിലും ആ പരിസരത്തും വന്ന് എന്നുള്ളത്. ആരാ ഈ കണക്കൊക്കെ നോക്കുന്നത്? എന്തിനാ ഈ കണക്കൊക്കെ നോക്കേണ്ടത്? എത്ര അമ്പലം വന്ന്, എത്ര പള്ളി വന്ന്, എത്ര ക്രിസ്ത്യൻ പള്ളി വന്ന്, വരട്ടെ, എല്ലാരും ദൈവമാർഗത്തിലേക്ക് പോകട്ടെ എന്നാ എന്റെ അഭിപ്രായം. എന്തിനാ ഇതിനൊക്കെ ഒരു വർഗീയവൽക്കരിക്കുന്നത്? സത്യത്തിൽ ഇത് ആരാണ് സത്യത്തില് യദുബായി? സത്യത്തിൽ ഇത് ആരാ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പ്രയാസം വന്ന് ഒരു സംശയം വന്ന് അവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ വിഷയത്തെ കൂടുതൽ അന്വേഷിക്കാനും നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ ആരാണ്? അവരിപ്പോ ആരെ കൂടാണ് നിൽക്കുന്നത്? എരന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? എരന്റെ കൂടെ നിൽക്കേണ്ട ആളുകൾ സത്യത്തിൽ വേട്ടക്കാരന്റെ കൂടെ അല്ലേ നിൽക്കുന്നത്? ഞാനൊരു സാധാരണ മനുഷ്യരാ, സാധാരണ ഒരു കച്ചവടം ചെയ്ത് എനിക്ക് ഇന്റേതായ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാ. ഞാൻ ഇതിന്റെ പിന്നിൽ എന്റെ ജീവൻ പണയം വെച്ച് നിൽക്കുന്നത് എന്തിനാ? ഞാൻ അവിടെ ഒരുപാട് അമ്മമാരെ കണ്ടിട്ടുണ്ട് യദുബായി. ഒരുപാട് മനുഷ്യര് ഇപ്പോഴും നീതി കിട്ടാതെ അവരുടെ മക്കളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്.
ഡെഡ് ബോഡികൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഡെഡ് ബോഡികളും കിട്ടിയത് മുഴുവൻ മാരകമായി പരിക്കേൽപ്പിച്ചിട്ടാ കിട്ടിയത്. ആലോചിച്ച് നോക്കി. എനിക്ക് ഇങ്ങക്കൊക്കെ അമ്മമാരുണ്ട്, ഒരു സഹോദരിമാരുണ്ട്, മക്കളുണ്ട്. നമ്മൾ ഈ പ്രയാസങ്ങളിൽ നിൽക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്താ ജീവിക്കണേ? നമുക്ക് ആരാ ഇത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളെ ഈ രാജ്യം സ്വതന്ത്രമാക്കി തന്നത്? ഒരുപാട് ആൾക്കാർ ജീവത്യാഗം സഹിച്ചിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. സത്യത്തിൽ ഇങ്ങനത്തെ ഓരോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുക്കന്മാരും ഈ ഗുണ്ടാ വിളയാട്ടമുള്ള സ്ഥലത്ത് എന്താ ഒരു തരത്തിലും ഒരു കുറ്റം ചെയ്യാത്ത പാവപ്പെട്ട മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ട് അതിന് നീതിക്കും വേണ്ടിയിട്ട് നിൽക്കണേന് എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? വേട്ടയാടുന്നത് ഒരു ഭാഗത്ത്. ഇപ്പൊ ഞാൻ മഹേഷ് അണ്ണൻ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും പോരാടിയും കൊണ്ടിരിക്കുകയാണ്. ഇവരിന്നെ ജിഹാദി എന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഈ മഹേഷ് അണ്ണന് ആരാ? RSSന്റെ ഏറ്റവും പ്രഗത്ഭനായ അവിടുത്തെ ഒരു നേതാവാണ്. ഞാൻ അദ്ദേഹത്തിന് കൂടെയാണ് ഞാൻ സമരത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ശരിക്ക് ആരാ? ഞാൻ ജിഹാദി അല്ല ശരിക്ക്, ഞാൻ RSSകാരനാ ശരിക്ക്. അങ്ങനെയല്ല എന്നെ വിളിക്കേണ്ടത്. അപ്പൊ ഇതിൽ ഈ ധർമ്മസ്ഥലയിലെ സത്യം കണ്ടെത്താൻ പോയവരിൽ അങ്ങയുടെ മാത്രം മതം നോക്കി അങ്ങേ ഒരു അതെ തീവ്രവാദി എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാനാണ് ഈ ജനൻ ടിവിയിൽ ആ ചർച്ചയിലൂടെ അവർ ശ്രമിച്ചത്. അതെ അങ്ങനെയല്ലേ പറയുന്നത്? അത് മാത്രമല്ല, ആലോചിക്കുക, ഈ വിഷയത്തിൽ ലോകത്തുള്ള എല്ലാ പ്രമുഖ ചാനലുകളും ഈ വിഷയം അവരുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BBC-യിലായിക്കോട്ടെ, CNN ആയിക്കോട്ടെ, മറ്റ് പല ലോക പ്രശസ്ത ചാനലുകളിലും ഈ വിഷയം വന്നിട്ടുണ്ട്. പക്ഷെ ഇവരെന്താക്കാണ്? അൽ ജസീറയിൽ മനാഫിന് എന്താണ് പിടിപാട്? മനാഫിന് എന്ത് പിടിപാട് ഉണ്ടാവാനാ? മനാഫിന്റെ അൽ ആരതാണ് ജസീറക്ക് അൽ എന്താണ് ജസീറ? കുഴപ്പം? അതെ, അൽ അൽ ജസീറ ജസീറ ഈ രാജ്യത്ത് ഇന്ത്യയിൽ, ഈ ഫ്രാഞ്ചൈസി ഉള്ള ഒരു സ്ഥാപനമല്ലേ? ഇവിടെ അതെ, റിപ്പോർട്ടർമാരില്ലേ വരുന്നത്? ഇവിടെ ചാനലൊന്നും അല്ലല്ലോ. നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി ആളുകൾക്ക്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പഗണ്ട തിരിച്ചറിയാനുള്ള ശേഷി കൂടി മലയാളികൾക്ക് ഉണ്ടാവണം സത്യത്തില്. ഇപ്പം കർണാടകയില് അവിടുത്തെ വിധാൻ സൗദയിൽ വെച്ചിട്ട് അവിടുത്തെ ആഭ്യന്തര മന്ത്രി പറയാണ് ഈ 2 സ്ഥലത്തുനിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഈ ഭീമയുടെ പിന്നിൽ ആരുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ട് പോലും, ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞിരുന്നു. ഇത്ര വ്യക്തമാക്കിയിട്ട് പോലും ഇവരെന്താ ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ദിവസം 17 കുഴികൾ കുഴിച്ചു, 16 കുഴികൾ കുഴിച്ചു, ഒന്നും കിട്ടിയില്ല, അമ്പലത്തിനെ തകർക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചട്ടിട്ട് എന്താ കാര്യം? അല്ല മനാഫ, ഒരു സംശയം. ഈ ഈ ആ ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന പ്രദേശം അത് ആ എത്ര ഏരിയ ഉണ്ട് അത് മൊത്തം? അല്ല, അത് ഒരുപാടുണ്ട്. ഇതിപ്പം ആകെ ജസ്റ്റ് എന്തായിട്ടുള്ളൂ, 10-16 സ്ഥലങ്ങളാണ് മാർക്ക് അതായത് ചെയ്തത്. വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രമേ ഈ അല്ല അല്ല കുഴി ഒരു എടുത്തിട്ടുള്ളൂ. അല്ല അതെ അതെ, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 10-70 പോയിന്റുകൾ അദ്ദേഹം കാണിച്ചു കൊടുക്കാനുണ്ട്. ഉം, ഉം, ആ 10-70 പോയിന്റുകളിൽ വെറും ഒരു 15-16 സ്ഥലങ്ങളാണ് കുഴിച്ചത്. ഈ ഉം, കുഴിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മണ്ണ് ഒരുപാട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഉം, പഴയ ഭീമ ജോലി ചെയ്തത് ഒരു 30 കൊല്ലം മുമ്പ് 1995-ലാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത്. ഉം, ഈ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തത്. അതൊരു ഉം, പുഴയുടെ സൈഡിലാണ്. അവിടെ പ്രശസ്തമായ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഈ സ്ഥലത്ത് ഒരു 10 അടി പോലും മണ്ണെടുക്കാൻ കഴിയണില്ല. കാലാവസ്ഥ വളരെ മോശമാണ്. ഈ കുഴികളിലൊക്കെ വെള്ളം വന്ന് പമ്പ് സെറ്റ് വെച്ച് അടിച്ചിട്ടാണ് ഇവർ നോക്കുന്നത്. ഓക്കെ, ഈ SIT അതെ. സത്യത്തിൽ ഈ ഒരു കാലാവസ്ഥയിൽ ശരിക്ക് അവിടെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഡ്രോൺ കൊണ്ടുവന്ന് ഉം, GPR എന്ന് പറയും. ഈ GPR ഒരിക്കലും, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശിരൂരിൽ ഈ GPR വെച്ച് പരിശോധന നടത്തിയതാണ്. റോങ് ഇൻഫർമേഷനെ തരാൻ പറ്റുള്ളൂ ആ GPRന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം ഭൂമിന്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും GPR വർക്ക് ചെയ്യില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയണതാ. ഉം, ധർമ്മസ്ഥലയിലും GPR വന്നു. ഒരു ദിവസം GPRനെ കൊണ്ട് തെരച്ചിൽ നടത്തി. അത് കർണാടക ഗവൺമെന്റ് ആത്മാർത്ഥത കേട്ടോ. ഉം, ഉം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ച് കർണാടക ഈ ഗവൺമെന്റ്. കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ മനാഫായിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും ഇല്ല, തരത്തിൽ ഈ പറയുന്ന അല്ല പോലെ? കർണാടക ഗവൺമെന്റിന് ഞാൻ പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ലെങ്കിലും
ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റ് ഇതുവരെ ചെയ്തത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ അറിയില്ല, ഇതുവരെ ചെയ്ത പ്രവൃത്തി തൃപ്തികരമാണ്. ഈ എസ് കാരണം ഐ എന്താണ് ടിയുടെ ഇപ്പൊ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇല്ല, പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വളരെയധികം തൃപ്തികരമായ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടെ ഈ ജനം ടി വി ചർച്ച നടത്തുന്ന ആളുകൾക്ക്. ആളുകൾക്ക് അല്ല, ആ. അവരൊക്കെ ഇത് എന്ത് ഈ ജനം ടി വി ഒക്കെ എവിടെ ഇനി? ഇതിപ്പോ ഏകദേശം 1.5 മാസമായല്ലോ ഈ ഉം. വിഷയങ്ങൾ ഉണ്ടായിട്ട്. ഈ അതെ. 1.5 മാസം മൗനം പാലിച്ചിട്ട് ഇപ്പം ജനം ടി വി അതുപോലത്തെ കുറെ BJP നേതാക്കന്മാര് ഇവരൊക്കെ ഇപ്പം രംഗപ്രവേശനം ചെയ്യാണ്. ഇവർക്ക് ആർക്കും സൗജന്യക്ക് നീതി മേടിച്ചു കൊടുക്കണതിൽ യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും സൗജന്യന്റെ കൂടെ ആണെന്ന് പറയുകയും പ്രവൃത്തി അതിന് വിപരീതമായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല, ഇത് വർഗീയവൽക്കരിച്ച് ഒരു വലിയ പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്. ഇന്നലെ ആ ജനം അതെ, ടി വിയുടെ ചർച്ചയ്ക്കടിയിൽ വന്ന കമന്റുകളൊക്കെ അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു അത്ര അതെ, അതെ. ഇതായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ അനുഭവിച്ചതാണ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. അർജുന്റെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അതെ, അല്ലെ? അതെ. അന്നൊക്കെ എനിക്കെതിരെ ഇപ്പം കുറവാണെന്ന് എന്റെ അഭിപ്രായം. അന്നൊക്കെ ഉം. ഞാൻ, പിന്നെ അത് മാത്രമല്ല, അന്നൊക്കെ ഞാൻ ഈ ഒരു രംഗത്ത് പുതിയ ആളാ. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാവുന്നതിന്റെ അപ്പുറത്തെ ഇനിയും പ്രശ്നങ്ങള്. കാരണം ഉം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉം. എനിക്ക് ഞാൻ കേൾക്കാത്ത കാര്യങ്ങളില്ല. ഇപ്പോഴും ഈ ജനം ടി വിന്റെ അടിയിൽ വന്നിട്ട് ചോദിക്കണേ, അർജുനെ കൊന്ന ആളല്ലേ, അതുപോലെ സ്പിരിറ്റ് കടത്തല്ലേ, ഞാൻ ഇവരൊക്കെ കാണുക എല്ലാ മാധ്യമത്തിന്റെ മുന്നിലും ആ ലോറി അവിടെ ഇട്ടിട്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത ആളാ. ഉം. ഇത്ര അതെ. ഞാൻ എന്റെ നെഞ്ചു പിളർത്ത മാതിരിയാണ് എന്റെ ലോറി ഞാൻ ഇത്രയും ജനങ്ങളെ മുന്നിൽ എല്ലാ ചാനലുകാരും, കേരളത്തിലെ ചാനലുകാർ, കർണാടകയിലെ ചാനലുകാരും മുന്നിൽ നിന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത്, അതിന്റെ മുകളിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. നമ്മൾ ഉം. ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ലോറി കട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തിനാണ് ഇപ്പൊ? അന്ന് എല്ലാരും ഓടി ഒളിച്ച് മാളത്തില്, വീണ്ടും ഇപ്പൊ ഉം. രംഗത്ത് വരികയാണ്. ഞാൻ ചെയ്ത തെറ്റെന്താ? ഞാൻ ഒരുപാട് ആളുകളെ സഹായിക്കാന്ന് വിചാരിച്ച് രംഗത്തിറങ്ങിയതാ. എനിക്കും ജീവന് പേടിയുണ്ട്. എനിക്ക് 3 ചെറിയ കുട്ടികളാ ഉള്ളത്. എന്നിട്ട് പോലും ഞാൻ രാവും പകലും ഇതിന്റെ പിന്നിൽ നിൽക്കുകയാണ്. അതെന്താ ഉം. പറഞ്ഞു കഴിഞ്ഞാൽ അതെ. നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഒരു സമൂഹത്തിനോട് ഞമ്മക്ക് ഉണ്ടാവേണ്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഉം. നമ്മൾ ആത്മാർത്ഥത അതിൽ ഉണ്ടാവണം. 100% അർപ്പിക്കും ഞാനൊരു വിഷയത്തിൽ ഇറങ്ങുമ്പോ. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയാ, ഞാൻ ഇപ്പൊ കുറെ കാലം മുന്നേ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് നിങ്ങളെ ചാനലിൽ ഒന്ന് സംസാരിക്കാൻ. ഞാൻ കഴിഞ്ഞ കൊല്ലമൊന്നും ഞാൻ സ്വപ്നം കാണാത്ത കാര്യമാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ തമ്മിൽ നേരിട്ട് ഒരു ചാനലിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അതെ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് തന്നെ സത്യത്തിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. ഞമ്മക്ക് തീർച്ചയായിട്ടും. വേറെ ഒന്നുണ്ട്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി പറയുന്നത്, ഒരു പാവപ്പെട്ട സ്ത്രീ, അമ്മമാരെ ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന മനുഷ്യനാ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏതൊരു അമ്മനെ കാണുകയാണെങ്കിലും, പ്രായമുള്ള ആളുകൾ കാണുകയാണെങ്കിലും, ഞാൻ എന്ത് തിരക്കാണെങ്കിലും ഞാൻ പല പെൻഷനിൽ നിൽക്കുമ്പോഴും ഒരുപാട് അമ്മമാർ എന്നെ വിളിക്കലുണ്ട്. ഞാൻ ഓരോട് കുറെ നേരം തമാശ ഒക്കെ പറഞ്ഞ് അവരെ വെക്കലുണ്ട് ഫോണ്. ഒരാളൊന്നും ഉം. ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനത്തെ ഈ ഒരു പാവപ്പെട്ട സുജാത ഭട്ട് എന്ന് പറഞ്ഞ ഒരു അമ്മ, ആ അമ്മക്ക് ആകെ ആവശ്യമുള്ളത്, ആ അമ്മന്റെ മകൾ എങ്ങാനും ഈ ഈ ഒരു തെരച്ചിലില് എന്തെങ്കിലും വല്ല അസ്ഥികൂടം കിട്ടുകയാണെങ്കിൽ സ്വന്തം DNA ഒന്ന് മാച്ച് ചെയ്യിച്ച് നോക്കി ഉണ്ടെങ്കിൽ, അതായത് ഇത്രേ ശ്രീ ഉള്ളൂ. മനാഫ്, ആ, ഇതിനകത്ത് ഈ ഒരു പരാതി മാത്രമേ നിലവിലുള്ളൂ? നിലവിൽ ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന അല്ലല്ലല്ലല്ല, സ്ത്രീയുടെ പരാതി മാത്രമേ ഉള്ളൂ? അല്ലല്ല. ആദ്യത്തെ ആ, പരാതി ഈ ഒരു ഈ അമ്മയുടെയാണ്. ഈ അമ്മന്റെ ആണ്. ഉം. ഈ അമ്മന്റെ ഒറ്റ ആവശ്യമുള്ളൂ, ആർക്കെതിരെയും എന്താ പറയാ, എന്റെ മകൾ ആരാ കൊന്നത് അവരെ ജയിലിൽ ഇടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറെ പണം വേണമെന്നോ ഒന്നുമല്ല ആഗ്രഹം. നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു സാമാന്യ പക്ഷെ ബുദ്ധി അവര് ഉപയോഗിച്ച് അവര് ഈ ഹെഗ്ഡെയുമായി നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നും അതിനെ ഒരു തുടർന്ന് വന്ന കള്ളക്കേസാണെന്നും വന്ന മട്ടിലാണെന്നുള്ള ജനം ടി വിയിൽ ആ ചർച്ച അവതരിപ്പിക്കപ്പെട്ടത്. ഹെഗഡെ എവിടെ കിടക്കണി? ഈ ഒരു പാവ സ്ത്രീന്റെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങളാണ്. ഈ ഒരു സ്ത്രീ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ചെറിയൊരു ക്ലാരിറ്റി തരണല്ലോ. അതായത് ഈ സ്ത്രീ പ്രേമിച്ച് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് അതിൽ ഗർഭം ധരിച്ച്, പക്ഷെ അയാൾ അറിഞ്ഞിട്ടില്ല. ഈ ഗർഭം ധരിച്ച ആള് അറിഞ്ഞോ അറിഞ്ഞില്ല എന്നറിയില്ല. അയാള് ഒരു അനിൽ ഭട്ട് എന്ന് പറഞ്ഞ ആള് മംഗലാപുരത്തുള്ള എന്നാണ്. ഈ സ്ത്രീയും മംഗലാപുരത്തുള്ളതാണ്. പിന്നീട് ഇവരെ വീട്ടുകാർ ഇവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിനെ
വേറൊരു ഫാമിലിക്ക് കൈമാറുകയാണ് ചെയ്തത്. പിന്നീട് ജ്യേഷ്ഠത്തികളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ മക്കളെ തെരഞ്ഞുപോയി. പിന്നീട് ജീവിതത്തിൽ പല ജോലികളും ചെയ്ത് ആ ജോലികളിൽ ഒരു ജോലിയാണ് സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് CBI ഈ സ്ത്രീ പറയണാട്ടോ, ഈ സ്ത്രീ പറഞ്ഞതിൽ, ഈ അമ്മ പറഞ്ഞതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. പക്ഷെ ഒരു അമ്മ കണ്ണീരോട് കൂടിയിട്ട് പറയാണ്, ഞാൻ അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെർമനന്റ് കുറച്ച് സമയം മാത്രമേ ഞാൻ CBI വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഈ യൂട്യൂബർമാര്, കർണാടകയിൽ ഇന്റർവ്യൂ എടുത്ത യൂട്യൂബർമാരിൽ ആരോ ഒരാള് ഉള്ളതിൽ നല്ലൊരു ജോലി നോക്കിയിട്ട് ഈ ജോലിക്കാരി ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ അമ്മ വീട്ടുജോലി ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് സെക്യൂരിറ്റി ജോലി ചെയ്തിട്ടുണ്ട്. ഈ അമ്മന്റെ വീഡിയോ ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ അമ്മ എന്ത് വേണം പറഞ്ഞോട്ടെ, പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാണിച്ചു കൊടുത്ത ഫോട്ടോ ഫേക്ക് ആണെന്ന് പറയുന്നത്. ആ അമ്മ ഇപ്പോഴും ആ ഫോട്ടോ എന്റെ മകളുടേതാണ് എന്ന് പറയുന്നത്. വേറൊരു മുതിർന്ന ഒരു സ്ത്രീന്റെ മുഖഛായ ആയിട്ട് ബന്ധമുണ്ട്, അത് കാണുമ്പോ തോന്നുന്നുണ്ട്. പക്ഷെ ആ അമ്മ എപ്പോഴും പറയുന്നത് അത് ഞാൻ ചോദിക്കട്ടെ, ഇതിലെ സത്യാസത്യങ്ങൾ ആരാണ് ജഡ്ജ് ചെയ്യേണ്ടത്? ഞാനോ നിങ്ങളോ ഈ സമൂഹമാണോ ചെയ്യേണ്ടത്? അതിന് ഇവിടെ ഒരു അതോറിറ്റി ഇല്ലേ? SIT ഏതെങ്കിലും തരത്തിൽ ഈ പരാതിക്കാരിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. SIT അന്വേഷണം അവസാനിപ്പിച്ചതായിട്ട് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടോ? ഇല്ല, അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ചർച്ചയുടെ അടിസ്ഥാനം എന്നാണ് മനാഫ് കരുതുന്നത്? ഈ ജനം TV ചർച്ചയ്ക്കുള്ള കാരണം എന്താ? ഇത് ഇപ്പം പെട്ടെന്ന് എന്താവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ തോന്നുകയാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതിന്റെ മുമ്പും കണ്ട ഇതേമാതിരത്തെ അക്രമമൊക്കെ ഉണ്ടാവും. നീ സത്യം തെളിയുന്ന സമയത്ത് ഇവരൊക്കെ മാളത്തിൽ ഒളിക്കും, കുറച്ചു ദിവസം ഒന്നും ഉണ്ടാക്കും, പിന്നീട് വേറെ എന്തെങ്കിലും വാർത്തകളായിട്ട് നമ്മളെല്ലാരും പോകും. ഇതൊക്കെ തന്നെയാണ് സാധാരണ നടക്കാറ്. ഈ വിഷയത്തിലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും എന്താണ് SIT ഇപ്പം പരിശോധന ഫലങ്ങൾ വരാൻ വേണ്ടി കാത്തിക്കുണ്ടല്ലോ. SIT ഡെയിലി ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പരാതികളും അതിനുശേഷം വന്നിട്ടുണ്ട്. ഈ പരാതികളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ അമ്മ കൊടുക്കുന്ന സമയത്ത് SITക്ക് ഒരു പോലീസ് സ്റ്റേഷൻ പദവി ഇല്ലേനു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം SITയിലേക്ക് നേരിട്ടിട്ട് പരാതി കൊടുക്കാൻ വരെ ഇപ്പം പറ്റും. മുന്നേ അത് പറ്റൂലേനു. ഇപ്പൊ എത്ര ആൾക്കാർ രംഗത്ത് വന്ന്, ഈ ആളുകളൊക്കെ എന്താ പറയാ, ഗൂഢാലോചന ചെയ്ത ആളുകളാണോ? എത്ര ആളുകൾ തന്നെയോ ഈ ഭീമ കുഴിച്ചിടുന്ന കണ്ടെന്ന് പറയുന്ന ഒരു 7 ആള് ഓൾറെഡി ഉണ്ട് ഇപ്പൊ SITന്റെ മുന്നിൽ. ഭീമ പല സ്ഥലത്തും കുഴിച്ചിട്ടത് കണ്ടത്. അല്ല, പിന്നെ അതുപോലെ തന്നെ ഈ കുഴിച്ചിട്ടെന്ന് പറഞ്ഞ ആളെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നൊരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ശരിക്കും കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായിനു. SITയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഭീമനെ രാത്രി ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഭീമ എന്ന് പറയുന്നത് ഈ തൊഴിലാളിനെ നമ്മളെല്ലാരും വിളിക്കല് ഭീമ എന്ന് പറഞ്ഞിട്ടാണ്. ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചെയ്യുന്ന ജോലിനെ വെച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഭീമ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു മനുഷ്യന് ആ രാത്രി ഭീഷണിപ്പെടുത്തി ഒരുപാട് ടോർച്ചർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ എടുത്തെന്നാണ് ഭീമ അവകാശപ്പെടുന്നത്. ബലം പ്രയോഗിച്ച് വീഡിയോ എടുത്തു. മൊബൈൽ വെച്ച് വീഡിയോ എടുത്തിട്ട് ഈ മഞ്ജുനാഥ് ഗൗഡ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. അദ്ദേഹം എന്താക്കിയെന്ന് പറഞ്ഞാൽ രാത്രി അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടുന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഭീമ ഈ SITന്റെ കൂടെ തെരച്ചിലിന് സഹകരിച്ചില്ല. ഭീമന്റെ അഡ്വക്കേറ്റ്സ് ഒക്കെ ഭയങ്കര പ്രശ്നവും കർണാടകയിൽ മൊത്തം കോളികളൊക്കെ സൃഷ്ടിച്ചിരുന്നു ഈ മഞ്ജുനാഥ് വീഡിയോ എടുത്തതിന്റെ പേരിൽ. ഈ മഞ്ജുനാഥ് ഗൗഡ പിന്നീട് പോയത് ബാംഗ്ലൂരിലേക്കാ. അവിടെ ഉള്ള പല നേതാക്കൾക്കും ഈ വീഡിയോ കൊടുത്ത്. ഇതേ മഞ്ജുനാഥ് ഗൗഡ എന്നാണ് പിന്നീട് എന്താക്കണത്, ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പല സ്ഥലത്തും റിപ്പോർട്ട് എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സുജാത ഭട്ട് എന്ത് തെറ്റാ ചെയ്തത്? സുജാത ഭട്ടിന് കുറ്റക്കാരിയാണെന്ന് ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഏജൻസിയോ കോടതിയോ ആരെങ്കിലും വിധിച്ചിക്കണോ? ഇന്നോട് ജനം TV എന്ന് ചോദിക്കാണ്, ഇപ്പം സുജാത ഭട്ട് എവിടെയാണ്? ഞാൻ പറഞ്ഞു എന്റെ അണ്ടറിലുണ്ട്. കാരണം എന്റെ അമ്മ ആയിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഓരോ അമ്മമാരി ആ പ്രായത്തിലുള്ള എല്ലാവരും എന്റെ അമ്മമാരാ.
ഇവർക്ക് ഈ വധഭീഷണി ഉള്ളതാണ് ഈ സുജാത ഭട്ടിന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഈ വിഷയത്തിൽ. തെളിവുകളുള്ള ഒരു SITന്റെ മുന്നിൽ ജീവനോടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വ്യക്തിയാണ് ഈ സുജാത ഭട്ട്. ഈ സുജാത ഭട്ടിന് ജീവിതത്തിൽ വല്ല എന്തെങ്കിലും അപകടം വന്നു പോകുന്നുള്ള ഭയമാണ് ഇന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക്. അതുകൊണ്ട് ആ അമ്മ ഇവിടെ ഉണ്ട്, എന്റെ വീട്ടിലുണ്ട് എന്ന് ഞാൻ പറയും. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് അമ്മനെ ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ അമ്മ എന്റെ അണ്ടറിലാണ്. അപ്പോഴും ഇവര് അണ്ടർ എന്നുള്ളത് അണ്ടർവെയർ എന്നാക്കിക്കുക നിൽക്കുക. എത്ര ലോ ക്ലാസ് മെന്റാലിറ്റിയാന്ന് നോക്കൂ. അവര് കളിയാക്കുക, ഓ അണ്ടർ അണ്ടർ ഓ എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് ചാനൽ അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അല്ലെ? ആ ആലോചിച്ചേക്ക്. ആ ആ അമ്മന്റെ ഒരു നിങ്ങളിപ്പോ ഇത്രയും നേരം ചോദിച്ചിട്ട് ഒരു ചോദ്യം സുജാത ഭട്ട് മനാഫിന്റെ വീട്ടിലുണ്ടോ എന്ന് ആരും ചോദിച്ചോ? നിങ്ങൾ എത്ര മാന്യമായിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ എവിടെയും ചോദിച്ചോ അൽ ജസീറ ചാനലിന്റെ മുതലാളി മനാഫാണോ എന്ന് ചോദിച്ചോ? മാന്യമായിട്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായാലും നിൽക്കേണ്ടത്? ചാണകമായി പോകരുതല്ലോ. അല്ല, ഇതിലിപ്പോ ഈ ജനം ടിവിയിലെ സംഭവത്തിൽ ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം മനാഫ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ജനം ടിവിയോട് പറഞ്ഞിരുന്നു? നിങ്ങൾ സംസാരിക്കാൻ അവസരം തന്നില്ല, അല്ലെങ്കിൽ ഓഡിയോ മ്യൂട്ട് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചിരുന്നു? അതെ 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 പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അവരുടെ മറുപടി? വിനോദേട്ടൻ തന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ മോശമാക്കി നിങ്ങള്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിനോദേട്ടന് മൊബൈലില് വലിയ ലെറ്ററിൽ എന്താ പറയാ സ്റ്റിക്കർ ആക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത്, നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് ആ മ്യൂട്ട് ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ട്. അവര് പറഞ്ഞ അടുത്ത പ്രാവശ്യത്തെ ചർച്ചയിൽ നമുക്ക് ഉഷാറാക്കാം. ഇതാണ് ഓരോ മറുപടി. ഇന്ന് വിളിച്ചിനി ചർച്ചക്ക്. പിന്നെ ഇനി അന്തസ് ഉണ്ടെങ്കിൽ ഞാനും അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവര് ഒരു പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയല്ലോ, നമ്മളെ ചങ്കൂറ്റം കാണിച്ചു കൊടുത്തല്ലോ. ഇനി ഒരു ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവര് കോഴിക്കോടില് നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കുക. ഇനിയിപ്പോ എറണാകുളത്താണ്, എറണാകുളത്ത് വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കുക. പൊതുമധ്യത്തില് ഓപ്പൺ ചാലഞ്ചാണ്. പൊതുമധ്യത്തിൽ ആണാണെങ്കിൽ അവര് രണ്ടുപേരും, യുവരാജ് ആയിക്കോട്ടെ, ഈ അനിൽ നമ്പ്യാർ ആയിക്കോട്ടെ, ഇനി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാനും എന്റെ ബാക്കിയുള്ള കൂടെയുള്ള ആളുകളും നമ്മൾ ആ ചർച്ചയിൽ സൗണ്ട് ഒന്നും കുറയ്ക്കൂല, മ്യൂട്ട് ചെയ്യൂല, സംസാരിക്കാൻ അനുവദിക്കും. ഈ ഒരു കണ്ടീഷനോട് കൂടിയിട്ട് അവരെ നമ്മൾ ക്ഷണിക്കുകയാണ്. വരട്ടെ, നമുക്ക് ഇരുന്ന് സംസാരിക്കുക. എന്താ ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇന്നിപ്പോ ഈ ഇവര് ചാനലുകൾ പറയുന്ന ഒരു കാര്യം ഈ ധർമ്മസ്ഥലയിൽ ഈ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അതായത് അതെ ധർമ്മസ്ഥലയെ കുറിച്ച് മനാഫ് പറഞ്ഞത് മുഴുവൻ കെട്ടുകഥയാണ്. ആ കഥകൾ മുഴുവൻ ലക്ഷ്യമിടുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തെയാണ്. അവിടുത്തെ ഭൂമി മുഴുവൻ തീവ്രവാദികൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ പ്രചരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഈ ജനം ടി വി ആയാലും അതിനുശേഷം നടക്കുന്ന ചർച്ചകളിലായാലും ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതിനുള്ള ഒരു മറുപടി മനാഫ് ഒന്ന് പറയുമോ? ഇത് പിടിച്ചടക്കാൻ ഞാൻ ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ മറ്റേ ഔറംഗസീബോ ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭൂമി പിടിച്ചേക്കാനാ? ഇന്ന് തന്നെ എന്റെ ഉറ്റ ഒരു ജോലിക്കാരന് കഴിഞ്ഞ ശനിയാഴ്ച ശമ്പളം വാങ്ങി പോയ ആളാണ്. ഇന്ന് രാവിലെ ആള് മരണപ്പെട്ട്. മനുഷ്യന്റെ സ്ഥിതി ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ഇന്നെക്കാട്ടിയും പ്രായം കുറവുള്ള ഒരു ചെറുപ്പക്കാരൻ, ചെറിയ 2 കുട്ടികളാ, സ്ട്രോക്ക് വന്ന് രാവിലെ മുതൽ ഞാൻ ഉച്ച വരെ അതിന്റെ പിന്നിലെ. അപ്പോഴാണ് നമ്മൾ എന്ത് ഭൂമിയാ പിടിച്ചെടുക്കാൻ ആരാ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടാൻ പോകുന്നുണ്ട്? ആരാ നേടിയ ആളുകൾ ഉള്ളത്? ആലോചിച്ച് നോക്കി. ഞാൻ പറയണത് ഞാനും നിങ്ങളും ഒക്കെ പോരാടേണ്ടത് നമ്മളെ മക്കളെ ഭാവി ഓർത്തിട്ടാണ്. നമ്മൾ ഈ ഭൂമി വർഗീയവൽക്കരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ടു പോയാലും നാളെ ജീവിക്കേണ്ടത് നമ്മളെ മക്കളാ. ഈ മക്കൾക്ക് നമ്മൾ എന്താ കൊടുത്തു പോണത്? വെറും യദുബായി നമ്മളെ മക്കൾക്ക് സ്വത്തും വിദ്യാഭ്യാസവും മാത്രം കൊടുത്താൽ പോരാ. ഒരു സമാധാനവും സ്വസ്ഥതയുള്ള ഒരു രാജ്യം കൂടി കൊടുക്കണം. അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ, നമ്മളെ മക്കൾക്ക് എല്ലാം കൊടുത്തുന്നാവുള്ളൂ. നമ്മൾ കുറെ നമ്മളെ മക്കളെ നല്ലപോലെ പഠിപ്പിച്ചിട്ടോ കുറെ സ്വത്തും മുതലും കൊടുത്തിട്ടോ വിദ്യാഭ്യാസം കൊടുത്തിട്ടോ മാത്രം പോരാ. ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾക്ക് എന്താകണം? ഒരു സന്തോഷം സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള രാജ്യം കൂടി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്.
ഇവിടെ എന്താ നടക്കണത് ഈ ആലോചിച്ച് നോക്കി. ഇതിനും വേണ്ടിയിട്ട് പോരാട്ടം നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് എന്റെ ജോലിക്കാരന്റെ മറവ് ചെയ്തും കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഫോണ് വരിക, ഏതോ ചാനലിൽ ഇന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുപോയി കൊണ്ട് നിൽക്കുകയാണ്, കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസിന്റെ വാഹനത്തിൽ കയറാൻ മനാഫ് വിസമ്മതിച്ചു, ഏത് മനാഫിന്റെ ചാനലിലാണ് വാർത്ത വന്നത്? അമ്മാരി എന്തൊക്കെ ഉടായിപ്പ് ടീമാ. ഏത് ചാനലിലാണെന്നറിയോ ആ വാർത്ത വന്നത്? നമ്മൾ അവർക്ക് റീച്ച് ഉണ്ടാക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇപ്പൊ ഞാൻ ജനൻ ടിവിയിൽ പോയിട്ട് ജനൻ ടിവിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയി പോയി ഓൽക്ക്. അതാണ് ഇനി ഓല് ഡെയിലി വേണമെങ്കിൽ ഈ ധർമ്മസ്ഥല വിഷയം ചർച്ച ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടി വരികയല്ലേ, അങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ട. നമ്മളെ ചങ്കുറ്റത്തിൽ ഒരു പ്രാവശ്യം പോയി അവിടെ ഇരുന്ന് അവരോട് പോരാടി. പറയുമ്പോ ഞാൻ അത്ര വലിയ എന്താ പറയാ വാക്ക് സാമർത്ഥ്യമുള്ള വ്യക്തിയൊന്നല്ല. എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് യദുബായി. ഞാന് പെർഫെക്റ്റ് ആളല്ല. ഞാൻ ഒരുപാട് പ്രയാസവും പോരായ്മകളും എനിക്ക് സംസാരിക്കാനുള്ള ശേഷി ഒന്നുമില്ലാത്ത വ്യക്തിയാ. പക്ഷെ എന്റെ ഉള്ളിൽ നീതി ഉണ്ട്, നമുക്ക് സത്യമുണ്ട്. നമുക്ക് അത് ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ എന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തല്ലേ മാധ്യമ പ്രവർത്തനം തന്നെ ഏറ്റെടുത്ത് ചെയ്യണമാതിരി ചെയ്യണത്. ഒരു 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 കാര്യത്തിന് ഇറങ്ങുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ജീവിതത്തിൽ അറിയില്ല. എഡിറ്റിംഗ് എന്താന്ന് ഞാൻ എല്ലാം ഇപ്പൊ പഠിക്കേണ്ടി വന്ന്. നമ്മൾ പോരാടുകയല്ലേ ഇങ്ങനെ. മനാഫ്, ഒരു ഒറ്റ കാര്യം കൂടി അവസാനമായി. ഈ ക്ഷേത്രത്തെ തകർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടിച്ചടക്കലിന് വേണ്ടി ശ്രമിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആരോപണം SITയോ കർണാടക പോലീസോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നോ മനാഫിന് കർണാടകയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അവിടെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള ആളുകൾക്ക് അല്ല, അവിടെ വർഗീയപരമായിട്ട് എന്തായാലും BJP ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ല, ഔദ്യോഗികമായാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഈ പറയുന്ന SITയോ പോലീസുകാരോ സ്പെഷ്യൽ ബ്രാഞ്ചോ? ഇല്ല, കർണാടക ഗവൺമെന്റും അതുപോലെ തന്നെ SITയും ഒക്കെ നമ്മളെ പറ്റിയിട്ടൊന്നും ഒരു വിഷയമേ അല്ല അവിടെ. യദുബായി, എന്റെ പിതാവ് കർണാടകയിലെ കോൺഗ്രസിലെ അറിയപ്പെടുന്ന നേതാവായിരുന്നു. എന്റെ നാടാണ്, അവിടുന്ന് അധികം ദൂരം അല്ലാതെ എന്റെ നാട് ആണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ ആണ് പഠിച്ചു വളർന്നത്. ഇന്നെ കേരളത്തിൽ അറിയണേക്കാൾ കൂടുതൽ കർണാടകയിലെ ആളുകൾ അറിയും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ വിഷയത്തിൽ ഞാൻ അവരെ കൂടെ നിൽക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെറുപ്പത്തിലേ കാണുന്ന വിഷയമാണ്, അറിയണ വിഷയമാണിത്. ഈ ഈ ഈ ഭീകരത അവിടെ ഉണ്ട്, ആളുകളെ മനസ്സിൽ അത് നമുക്ക് അത് പുറത്ത് അത് ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ? നമ്മള് ഇതേ ഒരു ദുരൂഹതയിൽ ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ അവിടുത്തെ അമ്പലത്തിനെയും ബഹുമാനിക്കുന്നുണ്ട്, അവിടുത്തെ ധർമാധികാരിനെയും ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശമില്ല. അത് എന്റെ ജോലിയല്ല. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അതോറിറ്റി കണ്ടുപിടിക്കുന്നവരേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അയാള് ബഹുമാനീയനായ വ്യക്തി തന്നെയാണ്. ആ അമ്പലത്തിൽ ഇനി യദുബായി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ വരണ്ട്. നമുക്ക് എല്ലാവർക്കും പോണം. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോണത്. നമ്മൾ ആ അമ്പലമായിട്ടൊക്കെ നല്ല സൗഹൃദം വെക്കണം. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭീമ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകളെ ഞാൻ പട്ടുസാരി ഉടുത്ത സ്ത്രീകളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോ അതൊന്ന് അന്വേഷിക്കണമല്ലോ, ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ ഈ കാര്യത്തില്? അപ്പൊ അതിലൊരു അന്വേഷണത്തിന് ക്ലാരിറ്റി വരുത്താൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ ഇപ്പൊ മനാഫ് തീവ്രവാദിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ചാനലുകൾ, കുറച്ച് സംഘടനയുടെ ആളുകൾ ഒക്കെ ചേർന്ന് മനാഫിന്റെ പേര് വെച്ച് മനാഫ് ഒരു തീവ്രവാദിയാണ് എന്ന നിലയിലേക്ക് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കർണാടക ഉദ്യോഗസ്ഥർക്കോ കർണാടകയിലെ ആഭ്യന്തര വകുപ്പിനോ കർണാടക സർക്കാരിനോ അവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ ഒന്നും മനാഫിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയുമില്ല. ഇല്ല, അങ്ങനെ ഔദ്യോഗികമായി അവരൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും ജനൻ TV പോലെ കേരളത്തിൽ അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉള്ള ഒരു മുഖ്യധാരാ മാധ്യമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മാധ്യമത്തിൽ മനാഫിനെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്നതിന്റെ ലക്ഷ്യം വർഗീയത തന്നെയാണ്. അങ്ങനെ കുറെ ചാനലുകളുണ്ട്, ABC, തത്വമസി, ഇങ്ങനെ തുടങ്ങി കുറെ ചപ്പുചവറ് ചാനലുകളുണ്ട്. നാടിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ടീമാണല്ലോ ഇത് നിൽക്കുന്ന പറയുമ്പോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എനിക്ക് ഓരോടാണ് പുച്ഛം തോന്നുന്നത്.